അടുത്തും പറയാണ് എന്നെ ഭൂമിയിൽ വെച്ചേക്കില്ല നിന്നെ കൊന്നുകളയെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അത് ആ ഷോ ഡയറക്ടർ എടുത്ത് അടക്കം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. അപ്പം എനിക്ക് പേടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിവിടെ വാടകയ്ക്ക് ഫാമിലി ആയിട്ട് താമസിക്കുന്നത്. 2 പെൺപിള്ളേരാണ് എനിക്ക്. ആൾ വീട്ടിലോട്ട് കയറി വരും എന്ന് പറയണത്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് പേടിയായി. നമ്മുടെ സ്റ്റാർ മാജിക്കില് ബിനു അടിമാലി അഥവാ ചളി അടിമാലി പുള്ളിക്കാരനെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയതിന്റെ ആവശ്യമില്ലല്ലോ. ചളിയുടെ ആശാനാണ് ബിനു അടിമാലി. പക്ഷേ താൻ കൗണ്ടറുകളുടെ എല്ലാം ആശാനാണെന്നുള്ളതാണ് പുള്ളിക്കാരൻ സ്വയം വിശ്വസിക്കുന്നത്. പുള്ളിക്കാരൻ ആവനായിലെ മെയിൻ അസ്ത്രം എന്ന് പറയുന്നത് ബോഡി ഷെയ്മിംഗ് ആണ്. അതൊക്കെ വലിയ കോമഡി ആണെന്നാണ് ഇപ്പോഴും പുള്ളിക്കാരന്റെ വിചാരം. എന്നാൽ ഇപ്പൊ ഞാൻ പുള്ളിക്കാരനെ കുറിച്ച് സംസാരിക്കാനുള്ള പ്രധാന കാരണം പുള്ളിക്കാരനുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരും അത് അറിഞ്ഞു കാണും. പുള്ളിക്കാരന് കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ വരെ ഒരു സോഷ്യൽ മീഡിയ മാനേജർ ഉണ്ടായിരുന്നു. ജിനേഷ് എന്നുള്ളതാണ് അയാളുടെ പേര്. ബിനു അടിമാലിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളായിട്ടുള്ള ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഈ ജിനീഷാണ്. അതുകൊണ്ട് തന്നെ ബിനു അടിമാലിക്ക് അതുമായി അത്ര ടച്ചിലായിരുന്നു. എല്ലാം ജിനീഷിനെ അങ്ങ് ഏൽപ്പിക്കാറാണ് പതിവ്. ബിനു അടിമാലിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുത്ത് നോക്കിയുള്ള അവസ്ഥ നമുക്കറിയാം. ഒരുപാട് തെറിവിളികളും ചീത്തവിളികളൊക്കെ വരാറുണ്ട് അല്ലെ. പക്ഷെ അതൊന്നും ബിനു അടിമാലി കാണാറില്ല. അത് കാണുന്നത് ജിനീഷാണ്. ഈ ജിനേഷ് എന്താകാറാണ് അത് അപ്പത്തിനടുത്ത് ഡിലീറ്റ് ചെയ്യാറാണ് പതിവ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബിനു അടിമാലിക്ക് തനിക്ക് വരുന്ന തെറിവിളികളെ കുറിച്ചോ ചീത്തവിളികളെ കുറിച്ചോ യാതൊരു ഐഡിയയും ഇല്ല എന്നുള്ളതാണ്. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ടച്ച് വേണ്ടേ. പുള്ളിക്കാരൻ പരിപാടി അവതരിപ്പിക്കുന്ന ക്യാഷ് വാങ്ങുന്നു വരുന്നു. ഈ ഒരു രീതി ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ഒരു ഓൾഡ് മാൻ ആണെന്ന് അർത്ഥം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഫ്ലവേഴ്സിന്റെ പരിപാടി കഴിഞ്ഞ് ബിനു അടിമാലിയും സുധീഷും ഒരു കാലം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ആ കാർ ആക്സിഡന്റ് ആകുന്നതും സുധീഷ് മരിക്കുന്നതും അല്ലെ. ആ സമയത്ത് ബിനു അടിമാലി സാരമായ പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്നേരമുള്ള ബിനു അടിമാലിയുടെ കോലൊക്കെ നമ്മൾ കണ്ടതാണ്. ആർക്കാരും സഹതാപം തോന്നിപ്പോകും. ആ സമയത്ത് ബിനു അടിമാലി സുധീഷിന്റെ വീടൊക്കെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതിന്റെ ഫുട്ടേജ് ഒക്കെ വൈറലായിരുന്നു. ആ സമയത്ത് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടം ബിനു അടിമാലിയോട് തോന്നിയിട്ടുണ്ടായിരുന്നു അല്ലെ. പക്ഷെ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാണെങ്കിൽ, നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാണെങ്കിൽ പുള്ളിക്കാരനോടുള്ള അതേ ഇഷ്ടം നമുക്ക് വെറുപ്പായി മാറുന്നുള്ളതാണ്. സംഭവം മറ്റൊന്നല്ല. ആ സമയത്താണ് പുള്ളിക്കാരൻ സോഷ്യൽ മീഡിയ മാനേജർ ആയിട്ടുള്ള ജിനേഷുമായി എന്തോ ഒരു ഒടുക്ക് വരുന്നത്. ഒരു സൗന്ദര്യപ്പണക്കാകാം. അത് കാരണമായിട്ട് എന്താക്കാണ് മാനേജർ സ്ഥാനത്ത് നിന്നും ജിനേഷിനെ എന്താക്കാണ് ബിനു അടിമാലി നീക്കം ചെയ്യാണ്. ജിനേഷ് എന്താക്കാണ് ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും പാസ്വേഡ് ബിനു അടിമാലിക്ക് കൊടുത്ത് അങ്ങനെ ഇറങ്ങി വരാണ്. അതിനുശേഷം യാതൊരു ടച്ച് ജിനേഷും ബിനു അടിമാലിയും തമ്മിലില്ലായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. പെട്ടെന്ന് ഒരു ദിവസം ബിനു അടിമാലിയിൽ നിന്നും ജിനേഷിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരാണ്. എന്നിട്ട് ബിനു അടിമാലി പറയണത് എന്താ, നീ എന്റെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തതല്ലടാ, മര്യാദയ്ക്ക് എന്റെ ഫേസ്ബുക്ക് തിരിച്ചു താടാന്നുള്ളത്. ജിനേഷ് ഞെട്ടിപ്പോയി. ഇയാൾ എന്തായി പറയണെന്നുള്ളത്. അന്നേരം ജിനേഷിന്റെ മറുപടി, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ അന്നേരം ബിനു അടിമാലി പറഞ്ഞത്, ഞാൻ സൈബർ സെല്ലിൽ പരാതി കൊടുക്കും, ബാക്കി നീ അവിടെ വെച്ച് കണ്ടോ എന്നുള്ളതാണ്. പുള്ളിക്കാരൻ പറഞ്ഞാൽ കൊടുത്തു എന്നുള്ളത്. അങ്ങനെ എന്താക്കാണ് ബിനു അടിമാലി സൈബർ സെല്ലിൽ പോയി പരാതി കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം സൈബർ സെൽ എന്താക്കാണ് ജിനേഷിനെ വിളിപ്പിക്കുകയാണ്. അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ജിനേഷ് പറയുന്നുണ്ട്. നമുക്ക് കണ്ടോക്കാം. അങ്ങനെ പിറ്റേ ദിവസം സ്റ്റേഷനിൽ നിന്ന് വിളിക്കാണ്. ബിനു അടിമാലി നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ സ്റ്റേഷൻ വരെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ സ്റ്റേഷനിലേക്ക് പോണ്. ഞാൻ അവിടുത്തെ സാറിനെ കണ്ടു. സാറേ, എന്നെ ഡേറ്റിന് ഞാൻ ആൾക്ക് പാസ്വേഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് എൻ്റെ ഫോണിൽ നിന്ന് അത് റിമൂവ് ആയിട്ടുണ്ട്, എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നും അത് റിമൂവ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. സാറിന് അത് മനസ്സിലായി. സാറ് വിൻചേണ്ണ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, സാർ നമുക്ക് ഏതെങ്കിലും അക്കൗണ്ട് തിരിച്ച് കിട്ടാൻ നോക്കണം, നീ ഒരു കാര്യം ചെയ്യും, ഇനി ഇവിടെ ഇരുന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ആ സാറ് പറഞ്ഞ രീതിയിൽ പാസ്വേഡും കാര്യങ്ങളും വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നടക്കുന്നില്ല. അങ്ങനെ സാർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷം നിന്റെ കമ്പ്യൂട്ടർ നല്ലതൊക്കെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു, അപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു. അങ്ങനെ പാസ്വേഡും കാര്യം തന്നു വിട്ടു. ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ട്രൈ ചെയ്തിട്ടും നടക്കുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ടെക്നിക്കൽ ആളെ വിളിച്ച് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ അക്കൗണ്ട് കിട്ടാത്തത് എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് പോയതൊന്നുമല്ല, ഇത് ആരോ ഇങ്ങനെ അതായത് കണ്ടിന്യൂസ് ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ 3 പ്രാവശ്യം പാസ്വേഡ് തെറ്റിടിച്ച് കഴിഞ്ഞാൽ അതായത് 24 മണിക്കൂർ വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 48 മണിക്കൂറാവും. അപ്പോൾ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ പുതിയ ഫോൺ മേടിച്ചിട്ടുണ്ട്. ഈ ഫോണിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം ട്രൈ ചെയ്തതാണ്. എന്നെ വിളിച്ചതിനിടയ്ക്ക് വിളിച്ച് ജോക്കിങ് ചെയ്തു, ജിനീഷ് നീ തന്ന പാസ്വേഡ് തന്നിട്ട് അത് കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടാ, അന്ന് തന്നെ ചേട്ടൻ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് ഇട്ടുണ്ട്. അപ്പം എൻ്റെ ഫോണിൽ നിന്ന് അത് റിമൂവ് ആയി. അപ്പം നിങ്ങൾ പാസ്വേഡ് അതിന് ശേഷം ചേഞ്ച് ചെയ്ത പാസ്വേഡ് അടിച്ചാലാണ് പുതിയ പാസ്വേഡാണ് അടിച്ചിട്ടുണ്ട്, അതാണ് മറന്നുപോയിട്ടുണ്ട്. അങ്ങനെ ട്രൈ ചെയ്ത് ഇത് പറ്റിയ സംഭവമാണ്. അപ്പൊ അതാണ് സംഭവം. ബിനു അടിമാലി ഫോണിലെ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് അങ്ങനെ പുതിയ ഫോൺ വാങ്ങിയപ്പോൾ അതിൽ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയ സമയത്ത് പുള്ളിക്കാരൻ പാസ്വേഡ് മറന്നുപോയി.
അങ്ങനെ കുറെ വട്ടം അടിച്ച സമയത്ത് എന്താക്കി ഫേസ്ബുക്ക് എന്നെ ബ്ലോക്ക് ആക്കിയിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് വിചാരിച്ചു, ജിനീഷ് ഒപ്പിച്ച പണിയാണ് ഇതെന്നുള്ളത്. എന്താ ഞാൻ ഇതിനൊക്കെ പറയാം, സോഷ്യൽ മീഡിയനെ കുറിച്ച് ഇത്രക്കും ഒരു ബേസിക് നോളജ് പോലും ഇല്ല എന്നുള്ളതാണ്. ഇല്ലാത്തത് പോയിട്ട് അതിനനുസരിച്ച് നിൽക്കുക, അതില്ല. അതല്ലെങ്കിൽ അറിയുന്നവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതും കൂടില്ല. കൊച്ചു കുട്ടികളോട് ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു തരും. എന്തായാലും ആ പ്രശ്നം സോൾവ് ആയി. എങ്ങനെയൊക്കെ ബിനു അടിമാലിക്ക് ഫേസ്ബുക്കിൽ കയറാൻ സാധിച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ബിനു അടിമാലി എന്തൊക്കെ തന്റെ ഒരു ഫോട്ടോ ഫേസ്ബുക്കിലിട്ട്, ഏതൊരു സെലിബ്രിറ്റിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഫേസ്ബുക്കിലിട്ട്, അതിന് താഴെ ഫുള്ളും തെറിവിളി മക്കളെയാണ്. ചളിയടിമാലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫുള്ളും കളിയാക്കല്. പണ്ടും ഈ കളിയാക്കൽ ഉണ്ടായിരുന്നു, പക്ഷെ എന്തായിരുന്നില്ല, ബിനു അടിമാലി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് കണ്ടത് ജിനേഷ് ആയിരുന്നു. പക്ഷെ ഇപ്പം തൊട്ട് എന്താക്കാണ്, ബിനു അടിമാലി അത് കണ്ടു തുടങ്ങാണ്. അപ്പോൾ ബിനു അടിമാലി വിചാരിച്ച എന്താണ്, ഇത് ജിനീഷ് ഒപ്പിച്ച പണിയാണെന്നുള്ളതാണ്, ജിനീഷ് ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചതാണെന്നുള്ളതാണ്. വീണ്ടും എന്താക്കാണ്, ബിനു അടിമാലി ജിനീഷിനെ വിളിച്ച് ഭീഷണിപ്പെടുത്താണ്, പോലീസിൽ പോയി പരാതി കൊടുക്കുകയാണ്. അതിനെക്കുറിച്ച് ജിനീഷ് പറയുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം. ആള് പറയണ ആളുടെ ഫേസ്ബുക്കിൽ അത് തെറികൾ വിളിക്കുന്നതൊക്കെ ഞാനാണെന്ന് പറയണേ. അതായത് ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ടൈമിൽ ഒരു ഫോട്ടോയോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതായത് 40% ആളുകൾ തെറിവിളി വിളിക്കാറുണ്ട്. അത് ഞാൻ ആ സ്പോട്ടിൽ ഡിലീറ്റ് ചെയ്യാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ കമൻറ്റ് ഡിലീറ്റ് കളയാറുണ്ട്. ഇപ്പം ആൾക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പം അത് ഞാൻ ചെയ്യിക്കുന്നതാണ് ആൾ പറയണേ. ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ടൈമിൽ എങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ വീഡിയോ എല്ലാവർക്കും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, ആളൊരു പടത്തിൻ്റെ പ്രൊമോഷന് പോയി. ആ വീഡിയോ ഞാനാണ് ഉണ്ടാക്കിയതെന്നാണ് പറയണത്. അത് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു, അത് തന്നെ നാറ്റിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പറയണത്. ആൾ പറയണത്, നിൻ്റെ വീട്ടിലോട്ട് ഞാൻ ഇപ്പോൾ വരും, ഞാൻ കൊട്ടേഷൻ ടീമുകൾ കൊണ്ടുവരും, അതായത് നിന്നെ ഞാൻ ഈ ഭൂമിയിൽ വെച്ചേക്കില്ല എന്നാണ് ആൾ പറയണത്. ആൾക്ക് ഹൈക്കോടതി ജഡ്ജി, പോലീസ് ഓഫീസർ, കൊട്ടേഷൻ ടീം ഇവരെയൊക്കെയായിട്ടാണ് കണക്ഷൻ എന്ന് പറയുന്ന ആൾ. നീ ഫോൺ കട്ട് ചെയ്തു, 10 മിനിറ്റിനുള്ളിൽ നിന്നെ 2 ടീമുകളെ എന്നെ വിളിക്കുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇപ്പം എന്നെ വിളിക്കണം 2 ടീം, അതായത് ഒരു ഇടുക്കി ജില്ലയുടെ ആരാണെന്നൊക്കെ പറഞ്ഞ് അവർ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വേറെ ആൾ വിളിച്ചു, അവരും ഇതുപോലെ ഭീഷണിപ്പെടുത്താം. അവർ പറയുന്നത് വെച്ചാൽ ഞാൻ വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് എതിരെയെന്ന് പറയണത്. അങ്ങനെ ഒരു സംഭവമില്ല, എവിടെ വേണമെങ്കിലും തെളിയിക്കാം. ഞാനത് അതിൻ്റെ പിന്നാലെ പോയിട്ടില്ല. ഞാൻ എൻ്റെ വർക്ക്, എൻ്റെ പരിപാടി ഫോട്ടോഗ്രാഫിയാണ്, അതെടുത്ത് ഞാൻ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു കഷ്ടമാണെന്ന് നോക്കിക്കേ. ഇതൊരു തരത്തിലും ഇങ്ങനെ വിടാനുള്ള തീരുമാനമില്ല എന്നുള്ളതാണ് ബിനു അടിമാലിയുടെ അല്ലെ. തലങ്ങും വിലങ്ങും ഗുണ്ടകളെ കൊണ്ടൊക്കെ വിളിപ്പിക്കുക, എന്താ ഞാനിതിനൊക്കെ പറയാം. അതിനേക്കാളും പരിതാപകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇതൊക്കെ നടക്കുന്നത് എപ്പോഴാണ്, ബിനു അടിമാലി ആക്സിഡന്റ് ആയി പറ്റി നടക്കുന്ന സമയത്താണ്. ആ സമയത്ത് പബ്ലിക്കിൽ ബിനു അടിമാലിയെ കുറിച്ച് പറയുന്നത് എന്താണ്, പാവം പരിക്കൊക്കെ പറ്റി ഇങ്ങനെ നടക്കുകയാണെന്നുള്ളതാണ്. അന്നേരം പബ്ലിക്കിൽ എന്താണ്, സുധീഷിനെ വീട്ടിൽ പോകുന്നു, വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, സ്റ്റേജിൽ കയറി സുധീഷിനെ കുറിച്ച് ഇങ്ങനെ സ്തുതി പാടുന്നു. ഇപ്പുറത്ത് വന്നു കഴിഞ്ഞിട്ട് ഇതേമാതിരി ഒരു തന്നെ ജീവിതം അങ്ങ് കൊഞ്ഞാട്ടാക്കുക. കഴിഞ്ഞ ഒരു ദിവസം പുള്ളിക്കാരൻ ഇതേമാതിരി ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ വെച്ചിട്ട് ഈ പറഞ്ഞ ജിനീഷിനെ കണ്ട സമയത്ത് അവിടെ വെച്ച് ചെയ്ത ചില കലാപരിപാടികളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ജിനീഷ് പറയുന്നത് കണ്ടോക്കാം. ആ ടൈമിൽ പുള്ളിക്കാരൻ അതായത് എന്നെ കണ്ടു, ഒരു 10-20 ആർട്ടിസ്റ്റും ഒരു 50 ക്രൂ, ടോട്ടൽ അവിടെ ഒരു 50 ക്രൂവിന് മേലുണ്ടാവും. ആ ടൈമിൽ എന്നെ വിളിച്ച് റൂമിൻ്റെ ഉള്ളിലോട്ട് വലിച്ച് കയറ്റി ലോക്ക് ചെയ്തു. അവിടെ നിന്ന് എന്നെ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. അതായത് എൻ്റെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ക്യാമറ ബാഗ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ അത് പരമാവധി വലിച്ച് കൊടുക്കാണ്ടായപ്പോൾ എന്നെ കഴുത്തിൽ പിടിച്ച് ഞെക്കി, ക്യാമറ ബാഗ് വാങ്ങി നിലത്തടിച്ചു. അത് കഴിഞ്ഞിട്ട് കഴുത്തിൽ പിടിച്ച് ഞെക്കി എന്നെ ഉന്തി തള്ളി അവിടെ ഇട്ടു, ചവിട്ടി കൂട്ടി. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് പുറത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ കഥ തുറക്കാൻ പറഞ്ഞിട്ട് തുറക്കുന്നില്ല, എന്നെ അവിടെ കഴുത്തിൽ പിടിച്ച് ഞെക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടുത്തെ എല്ലാവരും കൂടി ആ ഡോറ് ചവിട്ടി പൊളിച്ചിട്ടാണ് എന്നെ പുറത്തേക്ക് ഇറക്കണത്. അവർ ചവിട്ടി തുറക്കുന്ന ടൈമിൽ എൻ്റെ കഴുത്തിലാൾ ഞെക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ എൻ്റെ ഡയറക്ടർ വന്നു, ആളോട് കാര്യം പറഞ്ഞു, ഇവിടെ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ അത് അവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ നേരെ ആ ചാനലിൻ്റെ ഹെഡിലോ അവിടെ പോയി സംസാരിച്ചു. അവർ വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്തും പറയാണ്, എന്നെ ഭൂമിയിൽ വെച്ചേക്കില്ല, നിന്നെ കൊന്നുകളയെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അത് ആ ഷോ ഡയറക്ടർ അടുത്ത് അടക്കം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. അപ്പം എനിക്ക് പേടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ക്യാമറയ്ക്ക് 96,000 രൂപ പണി ഉണ്ട്. 1.5 മാസമായി ഞാൻ ക്യാമറ നന്നാക്കാൻ കൊടുത്തിട്ട്.
എന്തോന്നില്ല ഇത് തലി കൊണ്ടായിസോ. ജിനീഷ് ഒരു പാവ മനുഷ്യനായി പോയി എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇങ്ങനെ മുതലെടുപ്പ് നടത്തുന്നത് അല്ലേ? ഈ അങ്ങാടി തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞ മാതിരി എല്ലാവരും ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധി ബിനോടി മാലിക്ക് പണ്ടേ ഇല്ലല്ലോ. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ എപ്പോഴും ഇങ്ങനെ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എതിർപ്പുകൾ വരുമ്പോഴെല്ലാം പുള്ളിക്കാരൻ അത് മനസ്സിലാക്കാൻ പറ്റാത്തത്. അപ്പോഴും ഞങ്ങളെപ്പോലുള്ള പാവം കലാകാരന്മാരെ അപമാനിക്കുകയാണെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ന്യായീകരിക്കില്ലായിരുന്നു. കാരണം ബോഡി ഷേമിങ് എന്താണെന്ന് പോലും പുള്ളിക്കാരൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അതേമാതിരിയാണ് ഇവിടെയും. ജിനീഷ് ഇങ്ങനെയൊന്നും ചെയ്തില്ല എന്നുള്ളത് കണിഞ്ഞ് പറയാൻ ശ്രമിച്ചിട്ട് പുള്ളിക്കാരൻ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വല്ലാത്തൊരവസ്ഥ അല്ലേ? വിവരമില്ലായ്മ അലങ്കാരാക്കി കൊണ്ടെടുക്കുന്ന ഒരു ജന്മം. എന്തായാലും ഇത് കഴിഞ്ഞ് ചെറിയൊരു വോയിസ് റെക്കോർഡ് കൂടി പുറത്തു വിടുന്നുണ്ട്. ബിനോടി മാലി ജിനീഷിനെ വിളിച്ച് ഞെട്ടിക്കുന്ന വോയിസ് റെക്കോർഡാണ്. നമുക്ക് നേരെ അതും കൂടി കണ്ടു നിർത്താം. വഴക്കല്ല ജിനീഷ് ഭായി, ഞാൻ എപ്പോഴും പറഞ്ഞാല് ഞാന് എന്റെ ബന്ധങ്ങളും എന്റെ ഓട്ടപ്പുറത്തിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഞാനൊരു ദുർബല മനുഷ്യനാണ്. ഞാൻ ആരോടും ഒരു ഉപദ്രവത്തിനോ ഒന്നിനും പോകാത്ത, എനിക്ക് എന്റേതായിട്ടുള്ള ബന്ധങ്ങൾ എന്നാന്ന് കോട്ടപ്പുറം അവിടെ കണ്ടെന്ന് ഞെട്ടി, എന്നാ അടിമാലി എനിക്ക് ഇവരുടെ നമ്പറൊക്കെ മേടിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് നമ്മളങ്ങനെ ഒരു രീതിയിലുള്ള മിസ്യൂസ് ചെയ്യാത്ത ബന്ധങ്ങളാണ്. ഈ ബന്ധങ്ങളൊക്കെ നമുക്കുള്ള. ഇനിയിപ്പം എൻ്റെ ജിനീഷ് ഭായി അറിയില്ല, മജിസ്ട്രേറ്റ് വരെ എൻ്റെ വീട്ടിൽ വന്നു വെച്ച് എനിക്ക് ആ രീതിയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ആയിട്ട് വളരെ ഒതുങ്ങി ജീവിക്കണം. ശരി, ബന്ധങ്ങൾ പറഞ്ഞ് ഞെട്ടിക്കാണ് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിവരമില്ലായ്മ ഒരു തെറ്റില്ല, പക്ഷെ അത് അലങ്കാരമായി കൊണ്ടെടുക്കുന്ന എന്തുകൊണ്ടും തെറ്റാണ്. ആ പരിപാടിയാണ് ഇപ്പൊ ബിനോടി മാലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിൽ അപ്ഡേറ്റഡ് ആവുന്നുമില്ല, എന്നാൽ അതിനനുസരിച്ച് നിൽക്കാനും പറ്റുന്നില്ല. എന്നാൽ അതിന്റെ എല്ലാം കുറ്റം ചുറ്റുമുള്ള ദുർബലരായിട്ടുള്ള ആളുകളുടെ മേലെ തീർക്കുക. ഇതാണ് ഇപ്പോൾ ബിനോടി മാലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഒന്നും വേണ്ട, ഒരാൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം പുറത്തേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ഗതികെട്ട അവസ്ഥയിലായിരിക്കും പബ്ലിക്കിലേക്ക് ഇത് പുറത്തെടുക്കുക അല്ലേ? ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ജിനീഷ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ജിനീഷിനെ പോലുള്ള ആളുകൾക്ക് നീതി ഉറപ്പാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നാളെ ഇനിയും ബിനോടി മാലി ഇത് ആവർത്തിച്ചേക്കാം. എന്തായാലും ബിനോടി മാലിയുടെ വേർഷൻ കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ ബിനോടി മാലി രംഗത്ത് വന്നുകൊണ്ട് അത് പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം.